ആന്റണി പെരുമ്പാവൂർ പ്രതികരണം നടത്തിയപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്തുണയുമായി പ്രധാനപ്പെട്ട താരങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നു. ഉണ്ണി മുകുന്ദൻ വന്നു, ടൊവിനോ വന്നു, പൃഥ്വിരാജ് വന്നു. പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ തന്നെ നിർമ്മാതാക്കളാണ്, നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്ന താരങ്ങൾ കം പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറയൂ. ഇനിയിപ്പോൾ ഒരു സാങ്കേതികമായി പറയുകയാണെങ്കിൽ സുരേഷ് കുമാറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് രേവതി കലാമന്ദിർ എന്നുള്ളത് ഭാര്യ മേനകയുടെ പേരിലുള്ള കമ്പനിയാണ്. ഭാര്യ മേനക എന്നുള്ളത് നടിയാണ്. അപ്പോൾ നടിയുടേതല്ലേ ആ പ്രൊഡക്ഷൻ കമ്പനി? അങ്ങനെ ഒരു സംശയം തോന്നിക്കൂടെ? അപ്പോൾ താരങ്ങളെന്ന് പറയുമ്പോൾ മേനക ഒരു താരമായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇതൊരു ഒട്ടും പ്രായോഗികമായി നടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന ഇല്ലാത്ത, ഇപ്പോൾ ഈ പറയുന്ന സൂപ്പർ താരങ്ങളിൽ കിട്ടാത്ത ചില നിർമ്മാതാക്കളുടെ കൊതിക്കറിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പുറത്തുള്ളവരും പൂർണ്ണമായി ശരിയെന്ന അർത്ഥത്തിലൊന്നും ഞാൻ പറയുന്നില്ല. ആന്റണി പെരുമ്പാവൂർ ചില കാര്യങ്ങൾ പ്രതികരിക്കുന്ന രീതിയും ശരിയല്ല. ഈ പറയുന്ന വരി ഞങ്ങൾ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സിനിമകൾ കോടികളുടെ നേട്ടമുണ്ടാക്കുന്നു എന്ന് പല നിർമ്മാതാക്കളും അല്ലെങ്കിൽ പല സിനിമാ കമ്പനികളും അവകാശപ്പെടുമ്പോൾ അത്തരത്തിലുള്ള നേട്ടമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. വെറുതെ ഈ 100 കോടി ക്ലബ്ബിൽ കയറിയെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. 100 കോടി ക്ലബ്ബിൽ കയറി എന്ത് അടിസ്ഥാനത്തിലാണ്? ഇതാണ് ഈ ഒരു PR പരിപാടികളായിട്ട് അത് ആ ഒരു വാചകം വരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭിന്നിപ്പുണ്ട്. ആ ഭിന്നിപ്പൊന്നും ജൂൺ വരെ പോകാനും പോകുന്നില്ല. ഇത് ചീറ്റിപ്പോവുകയുള്ളൂ.